ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സംസാരിക്കുന്ന വിഷയം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അഥവാ നാനാത്വത്തിൽ ഏകത്വം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ ഏറ്റവും ഉചിതമായ ഒരു വളർച്ചയ്ക്കും വേണ്ട അടിസ്ഥാനപരമായ പ്രമാണമാണിത്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് എക്സ്റ്റൻസീവായിട്ട് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു ഡിവിഷൻ മൈൻഡ് സെറ്റ്, ആൾക്കാരെ പരസ്പരം വിഘടിപ്പിച്ച് അതിൽ നിന്നും മുതലെടുപ്പ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഈ ഒരു ആൾക്കാരുടെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നത്, ഒരു ഡിവിഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിവിഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാകാനുള്ള കാരണം ഓരോ വ്യക്തിയും ജീവിതവും അദ്ദേഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തതയെ ചൂഷണം ചെയ്ത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സാമൂഹിക നേട്ടങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടി ആൾക്കാർ വിനിയോഗിക്കുമ്പോൾ അവർ തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാകുകയും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കണം. ഓരോ വ്യക്തിയിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റീസും കൾച്ചറൽ സുപ്പീരിയോറിറ്റി, ചിലർ പറയും ഞാനാണ് സുപ്പീരിയർ എന്ന് പറയും, സോഷ്യൽ സെഗ്മെൻറ്റേഷൻ, സമൂഹത്തെ പരസ്പരം വിഘടിപ്പിച്ച് സെഗ്മെൻറ്റ് ചെയ്യുക, ഞാൻ അവർ എന്ന ഒരു ചിന്താഗതി, ഇതെല്ലാം തന്നെ ഓരോ ഡിവിഷൻ മൈൻഡ് സെറ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് സമൂഹത്തിൽ നേട്ടത്തിന് അപ്പുറം കോട്ടമാണ് കൂടുതൽ സൃഷ്ടിക്കുന്നത്. വളരെ കുറഞ്ഞ ആൾക്കാർക്കുള്ള സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനപ്പുറം ഈ ഡിവിഷനുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും മനുഷ്യന് ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ്, പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺഫ്ലിക്റ്റ്, വഴക്ക്, പ്രശ്നങ്ങൾ, വാറ്, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന ഈ ഒരു ഡിവിഷൻ മൈൻഡ് സെറ്റിൽ നിന്നുമാണ്. അപ്പോൾ സാമൂഹികമായി പോളറൈസ് ചെയ്ത് ആൾക്കാരെ വേർതിരിച്ച് പരസ്പരം ബന്ധമില്ലാതെ ജീവിക്കാനായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുകയും അത് നമുക്ക് എക്കോണമിക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിവിഷൻ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ശിഥിലീകരിക്കുകയും അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ധാരാളമായി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. വൈവിധ്യങ്ങളെ അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് തന്നെ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ മാനസിക അവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്സെപ്റ്റ് ദ ഡിഫറൻസ്, നമ്മളുടെ പരസ്പരമുള്ള ഡിഫറൻസിനെ പരസ്പരം അംഗീകരിക്കുക, എല്ലാവരും എന്നെപ്പോലെ ആക്കുകയോ എല്ലാവരും ഒരു ഏകതയിലേക്ക് പോവുകയോ ചെയ്യുന്നതിന് പകരം അവരവരുടെ ഡിഫറൻസും സംസ്കാരവും നോളജും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം മ്യൂച്വൽ റെസ്പെക്റ്റ് അത്യാവശ്യമാണ്. ഒരാൾ മറ്റൊരാളെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെയും അക്സെപ്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വളരണമെങ്കിൽ പരസ്പരം കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ മാനസികമായി നമ്മൾ അംഗീകരിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിൽ വ്യത്യസ്തമായ സാമൂഹിക സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുള്ള എല്ലാവരുടെയും ഒരു റെപ്രസെൻറ്റേഷൻ ലീഡർഷിപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടേതായ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിലേക്ക് നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിന്നുമുള്ള ആൾക്കാർ ലീഡർഷിപ്പ് ലെവലിലേക്ക് വരികയും അവരുടെ ക്യാപ്പബിലിറ്റി വർദ്ധിച്ച് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തുകയും അതിലൂടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തായി പ്രവർത്തിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യവും അതില്ലെങ്കിലുള്ള ഗ്ലോബൽ പ്രോബ്ലംസ്, നമുക്ക് മൊത്തത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനാണ്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് വരുന്ന വീഡിയോകളിലും വരുന്ന ദിവസങ്ങളിലും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.